നമസ്കാരം. ഏവർക്കും പ്രിയപ്പെട്ട ബ്രാൻഡാണ് ആപ്പിള്. എന്നാൽ ഐഫോൺ നിർമ്മാതാവ് ആപ്പിളിനെതിരെ ഇപ്പോൾ കേസുമായി ഉപയോക്താക്കൾ കോടതിയിലെത്തിയിരിക്കുകയാണ്. ആപ്പിൾ വാച്ച് ബാൻഡുകളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം വലിയ അളവിൽ കണ്ടെത്തിയെന്നും അത് ക്യാൻസർ വരുത്താൻ ഇടവരുത്തുമെന്നുമാണ് പരാതിക്കാർ കോടതിയോട് പറയുന്നത്. ബാൻഡുകളിൽ കണ്ടെത്തിയ പെർഫ്ലൂവോ ആൽക്കിൽ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കിൽ സബ്സ്റ്റൻസസ് കെമിക്കലുകൾ നിർമ്മാണ മേഖലയിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. തുണിത്തരങ്ങൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ എന്നിവ മുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരെ നിർമ്മിച്ചെടുക്കാൻ PFAS കെമിക്കലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ ശരീരത്തിൽ കടന്നാലോ പ്രകൃതിയിലേക്ക് തിരിച്ചെത്തിയാലോ നശിപ്പിക്കപ്പെടുന്നില്ല എന്നതിനാലാണ് അവയെ നിത്യരാസവസ്തുക്കൾ എന്ന വിവരണം ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത്. ഇവ ജന്മവൈകല്യങ്ങൾ, പ്രോസ്റ്റേറ്റ്, കിഡ്നി, ടെസ്റ്റിക്കുലർ ക്യാൻസറുകൾ മുതൽ വന്ധ്യത വരെയുള്ള പല രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ തങ്ങൾ കർശന പരിശോധനകളിലൂടെ കടത്തിവിടുന്നുണ്ട്. അതിനു പുറമെ സ്വതന്ത്ര ലാബുകളിലും പരിശോധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിശകലനം ചെയ്ത് സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് തങ്ങൾ വിൽക്കുന്നതെന്നാണ് ആപ്പിളിന്റെ മറുപടി. എന്നാൽ ബാൻഡുകളിൽ ക്യാൻസർ വരുത്തിയേക്കാവുന്ന രാസവസ്തുക്കൾ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അവ ബോധപൂർവം മറച്ചുവെച്ച് വിറ്റു എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. ആരോഗ്യ പരിപാലനത്തിന് ഉത്തമം എന്നൊക്കെ പറഞ്ഞാണ് ആപ്പിൾ വാച്ച് വിൽക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവയിൽ PFAS രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം അവ വാങ്ങാൻ എത്തുമ്പോഴോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ ആപ്പിൾ പറഞ്ഞിട്ടില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. അണിയുന്നവരുടെ സുരക്ഷയും പ്രകൃതിക്ക് വരുത്തിയേക്കാവുന്ന പ്രശ്നങ്ങളും പരിഗണിച്ച് ഇവയുടെ വിൽപ്പന ആപ്പിളിന് ഒഴിവാക്കാമായിരുന്നു. അതിനു പുറമെ PFAS രാസവസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തിയ വാച്ച് ബാൻഡുകളുടെ വിൽപ്പന ഉടൻ നിർത്തിവെക്കണമെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. നേത്രഡാം യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനമാണ് ടെക്നോളജി ഭീമൻ ആപ്പിളിനെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. അമേരിക്കയിലെ 21% മുതിർന്നവരും സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്നുവെന്നും അവ ദിവസവും ശരാശരി 11 മണിക്കൂർ വരെ അണിയപ്പെടുന്നുവെന്നുമാണ് പഠനം പറയുന്നത്. ബാൻഡുകളിൽ PFAS രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് അവ ത്വക്കിലെ വിയർപ്പും എണ്ണമയവും ലോഷനും ഒക്കെയായി സമ്പർക്കത്തിൽ വരുമ്പോൾ കേടുവരാതിരിക്കാനാണ് എന്നാണ് അനുമാനം. പൊതുവെ PFAS രാസവസ്തുക്കൾ ശരീരത്തിനുള്ളിൽ എത്തുന്നത് അവ വിഴുങ്ങുകയോ ശ്വസിക്കുകയോ ചെയ്യുമ്പോഴാണ്. എന്നാൽ പുതിയ പഠനപ്രകാരം PFAS രാസവസ്തുക്കൾ അടങ്ങുന്ന സ്ട്രാപ്പുകളും മറ്റും സ്ഥിരമായി ത്വക്കിനോട് ഒട്ടി നിൽക്കുക വഴിയും അവ ആഗിരണം ചെയ്യപ്പെടുകയും ഉള്ളിലെത്തുകയും ചെയ്യാമെന്നാണ്. എന്നാൽ ഇത് സാധാരണമായി സംഭവിക്കാറുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും വേറെ ചില ഗവേഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ 2 PFAS രാസവസ്തുക്കൾ ത്വക്ക് വഴി എളുപ്പത്തിൽ ഉള്ളിലെത്താമെന്ന് ഒരു യൂറോപ്യൻ റിസർച്ച് ഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രബന്ധത്തിന്റെ മുഖ്യ രചയിതാവ് അലിസ വിക്സ് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കൂടാതെ തങ്ങൾ നടത്തിയ പ്രാഥമിക പഠനം അറിയപ്പെടുന്ന 14,000 PFAS രാസവസ്തുക്കളിൽ 20 എണ്ണം ഉണ്ടോ എന്ന് മാത്രമേ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നും അലിസ പറയുന്നുണ്ട്. എന്നാൽ PFAS രാസവസ്തുക്കൾ ത്വക്ക് വഴി ഉള്ളിലെത്തുന്നത് എങ്ങനെയാണ് എന്നറിയാൻ കൂടുതൽ പഠനങ്ങൾ വേണമെന്നും അലിസ പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ആപ്പിളിനെതിരെ സമർപ്പിച്ചിരിക്കുന്ന ക്ലാസ് ആക്ഷൻ കേസിൽ ഒപ്പുവെച്ചിരിക്കുന്നവരെല്ലാം പറയുന്നത് സ്ഥിരമായി ആപ്പിൾ വാച്ച് അണിഞ്ഞിരുന്നതിനാൽ തങ്ങളുടെ ത്വക്ക് PFAS രാസവസ്തുക്കൾ വലിച്ചെടുത്തു എന്നാണ്. കൂടാതെ വിയർപ്പുള്ളപ്പോൾ കൂടുതൽ PFAS രാസവസ്തുക്കൾ ഉള്ളിൽ ചെന്നേക്കാമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്.